എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ ഇന്നലെ ബോംബെയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് കല്ലുമ്മക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത് ശരിയാക്കിയല്ലോ. ആ, അവിടെ ഇന്ന് കല്ലുമ്മക്കായ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയല്ലോ. കല്ലുമ്മക്കായ നിറച്ചതും പിന്നെ കല്ലുമ്മക്ക ഒലത്തിയതും. നിറച്ചത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു പ്രാവശ്യം കണ്ട് കഴിച്ചിട്ടുണ്ട്, നമ്മൾ കോഴിക്കോട് വഴി പോയപ്പോൾ. പിന്നെ നമുക്ക് രണ്ട് സൈസിലുണ്ടാകാം അല്ലേ? എന്നാ നല്ല പണിയുണ്ട് നീ. പുത്തട്ട് ഫാമിലി വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ മൊത്തം എന്തേലും ഉണ്ട്? 3 കിലോ. അപ്പോൾ നമുക്ക് കുറച്ച് വലുത് നോക്കിയെടുക്കാം അല്ലേ? ഇത് പൊരിക്കാനായിട്ട് നിറച്ചത് നിറയ്ക്കാനായിട്ട്. എന്നിട്ട് അതിന്റെ തോട് നമുക്ക് ക്ലീൻ ചെയ്യണം ആദ്യം. അതെ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചോ. ചൂടുവെള്ളം ഒഴിച്ചല്ലായിരുന്നോ? ചെറിയ ചൂടുവെള്ളം. ആദ്യം നമുക്കിത് തോട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി ബാക്കിയില്ലേ നമുക്ക് ഒലത്താനുള്ളത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ പൊട്ടിപ്പോരും. പെട്ടെന്ന് പോരും. മൊത്തം ഞാൻ ഇങ്ങോട്ട് കുടഞ്ഞിട്ട് അറിയാം വലുത് നോക്കി പെറുക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ വലുത്. ഇതൊക്കെ നമുക്ക് കല്ലുമ്മക്ക നിറച്ചുണ്ടാക്കാൻ എടുക്കാം. ഇതിന്റെ കളർ നല്ല രസമല്ലേ? മയിൽപ്പീലിയുടെ കളറാണ്. അതെ. ഇതിന്റെ അകത്തും കാണാൻ നല്ല രസമാണ്. നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരിക്കാരുടെ ഇഷ്ട വിഭവമാണ് കല്ലുമ്മക്കായ നിറച്ചത്. കല്ലുമ്മക്കായം കൊണ്ട് അവിടെ ഉള്ളവരൊക്കെ പല വിഭവങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. നമുക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല. നമുക്കറിയാവുന്ന ഉണ്ടാക്കാം. അതെ, ഈ സ്ക്രബ് വെച്ച് ഉരച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ട്. ചേച്ചി അതെടുക്കണ്ട, നമുക്ക് ഇതെടുക്കാം. ഇത് നമുക്ക് പുഴുങ്ങാം. അപ്പൊ പൊട്ടി പോരൂലേ? നമുക്ക് ഇതെടുത്ത് ഇതിന്റെ തോട് വേണ്ടല്ലോ അല്ലേ? ഇതിന്റെ തോട് മതി. അപ്പൊ നമുക്ക് നിറയ്ക്കാനുള്ള കല്ലുമ്മക്കായുടെ തോട് നല്ലപോലെ കഴുകി സ്ക്രബൊക്കെ വെച്ച് തേച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഒലത്താനുള്ള കല്ലുമ്മക്കായ ഒന്ന് ആവിക്ക് വെക്കുമ്പോഴത്തേനും ഇതിങ്ങനെ വിണ്ടുപോരും. അപ്പം നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേനും നല്ല കളറായിരുന്നു. പല്ല് തേക്കുന്ന പോലെ ഇല്ലേ ചേച്ചി? സൂര്യ ഇത് പിന്നെ നേരത്തെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എറണാകുളത്തൊക്കെ മേടിക്കണം. ഞങ്ങൾക്ക് ഓരോത്തോട്ടിലൊന്നും ഇതൊന്നും കിട്ടുകയല്ലായിരുന്നു. ഇവിടെ ഇല്ലേ വീട്ടിൽ ഇത് എപ്പോഴും ഒലത്താറ്. അങ്ങനെ നിറച്ചതുണ്ടാക്കിയിട്ടില്ല. ഒലത്ത് ചെയ്ത് തരും. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇന്ന് പക്ഷേ ഇത് ഉണ്ടാക്കണേലേ അരിയൊക്കെ നേരത്തെ വെള്ളത്തിയിടണമായിരുന്നു. നമുക്ക് തൽക്കാലം അരിപ്പൊടി വെച്ചുണ്ടാക്കാം. അരിപ്പൊടി എടുക്കാം. സ്ക്രബുള്ളത് നന്നായി കേട്ടോ. കുറച്ചൊരിച്ച് വേഗം എടുക്കാം. ഇത് വെച്ച് ഉരയ്ക്കുമ്പോഴേ ഇതിന്റെ ആ ഗ്ലാമർ അങ്ങ് പോവുക. ആ ഗ്ലാമർ കളയണ്ട. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചതുണ്ടാക്കാനായിട്ട് ഷെല്ലെല്ലാം നമ്മൾ നല്ലപോലെ സ്ക്രബ് വെച്ച് തേച്ചൊരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു. ഇനി നമുക്ക് അകവും കൂടെ വൃത്തിയാക്കി എടുക്കണം. ഇതുണ്ടോ ഈ നാര് പോലത്തെ ഇതുണ്ടോ ചകിരി പോലെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാന്ന് തോന്നുന്നു മറ്റേ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അല്ലേ? ഇതാണ് കല്ലേ പറ്റി പിടിച്ചിരിക്കുന്നത്. അതാണ് കല്ലുമ്മക്കായ എന്ന് പറയുന്നത്. കല്ലിന്റെ മുകളിലാണല്ലോ ഇത് പറ്റി പിടിച്ചിരിക്കുന്നത്. അതെ. അപ്പം ഇതും വൃത്തിയാക്കണം. ഇതിനകത്ത് ചെറിയ ചെളിയൊക്കെ ഉണ്ട്, അതും വൃത്തിയാക്കി എടുക്കാം. അതെ, ഇതിങ്ങനെ നമുക്ക് പതുക്കെ പൊളന്നെടുക്കാം. മൊത്തം പൊളക്കണ്ടല്ലോ, കുറച്ച് മതി. കുറച്ച് പൊളന്നിട്ട് നമുക്ക് ഇതുണ്ട് ഈ ചകിരി പോലത്തെ സാധനത്തെ പോകുന്നു കണ്ടോ. അതും പിന്നെ അതിനകത്ത് വേറെ ഇത്തിരി ചെളിയും കൂടി ഉണ്ട്. അതിങ്ങനെ ഇത് കട്ടി ആയതുകൊണ്ട് ഇച്ചിരി പോരാ, നല്ല ഇച്ചിരി ബലം പ്രയോഗിക്കണം. ചകിരി പോയി കേട്ടോ. ചകിരി പോലെ ഒരു സാധനം ഇല്ലായിരുന്നു. ചിലതിന് ചകിരി പോലെയുണ്ട്. ഇതുണ്ടോ ഈ ചെളി അങ്ങോട്ട് ഞെക്കി ഈ കക്കയുടെ ഒക്കെ അകത്ത് കാണല്ലേ ചെളി, അതുപോലെ അതങ്ങ് കളഞ്ഞിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. അധികം കഴുകരുത്, ചെളിയൊക്കെ പോയി വൃത്തിയാകാൻ മാത്രം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് പോകും. അതായത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇത് റെഡിയാക്കി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. തോല് പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് 5 കിലോ മേടിച്ചാലും 1 കിലോ കാണുള്ളൂ. അപ്പോൾ കല്ലുമ്മക്കായ നിറയ്ക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ കഴുകണം കേട്ടോ. അപ്പോൾ ഇതിവിടെ വയ്ക്കുക, എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ റെഡിയാക്കി എടുക്കാം. ബാക്കി നമ്മുടെ ഒലത്താനുള്ളത്. അതെ, ഇതിങ്ങനെ തോട് പൊളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ചെടിയൊക്കെ കളയാം. ഇത് പുറകെ വശത്തെ. അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് അടുക്കളയിലെത്തി. അപ്പം ഇത് നമുക്ക് കല്ലുമ്മക്കായ നിറയ്ക്കാനുള്ളത്. പിന്നെ നിറയ്ക്കാനുള്ള പരിപാടി തുടങ്ങാം അല്ലേ? ആദ്യം നിറയ്ക്കാനുള്ള കല്ലുമ്മക്കായ നമ്മളിങ്ങനെ വെള്ളം വാലാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, അരിപ്പയ്ക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കല്ലുമ്മക്കായ നിറയ്ക്കാനായിട്ട് സാധാരണ പുഴുക്കലരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ തീരുമാനിച്ചില്ലേ ഇത് ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് പുഴുക്കലരിയുടെ പൊടി എടുത്തിട്ടുണ്ട്. പൊടി എടുത്തു. പിന്നെ
കുറച്ച് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകം, പിന്നെ വേണേൽ നമുക്കൊരു പച്ചമുളകൊക്കെ ചേർക്കാം എരിവിന് വേണ്ടി. ഇതിനധികം എരിവില്ല. പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഉള്ളിയും ജീരകവും പെരുംജീരകവും കൂടി. അതെ, അപ്പോൾ അതേ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ തോരനും അല്ല ചാറിനും അല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിടാം. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണ്ടേ? ഉപ്പ് ഇതിൻ്റെ കല്ലുമ്മക്കായും കൂടിയുള്ള ഉപ്പ് ഈ പൊടി ചേർക്കണം. മതിയായിരിക്കുമോ? മതി. ഇനി എന്നിട്ട് തേങ്ങായും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടെ ഈ പൊടിക്കകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ വാലാൻ വെച്ചേക്കുന്നതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് വെള്ളം കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നല്ലേ? ഇല്ല ചേച്ചി, ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നോക്കാം. പൊടി നമുക്ക് ഇങ്ങനെ ഉരുണ്ടിരിക്കണം. അതെ, പോവല്ലേ? എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. അതെ, നമ്മൾ എടുത്തപ്പോഴേ ചിലതൊക്കെ വിട്ടു പോന്നിട്ടുണ്ടല്ലേ? എന്നാലും നമുക്ക് നോക്കാം. അതെ, അധികം നിറയ്ക്കണ്ടല്ലോ ചേച്ചി, കുറച്ച് നിറച്ചാൽ പോരെ? കുറച്ച് വേണം, എന്നാലേ കഴിക്കാൻ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഇഡ്ഡലി പാത്രമൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാണല്ലോ, ഈ കല്ലുമ്മക്കായ ഒരു ശക്കല സാധനമേ ഉള്ളൂ. കണ്ടാൽ ഒരു വലിയ റോഡല്ലേ? കക്കാട് അത്രേ ഉള്ളൂ. അതെ. ഇതെന്താ ചെയ്യുന്നത്? കണ്ടോ, അച്ഛമ്മ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനിത് ഇതിന്റെ അകത്തെ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കഴിച്ചിട്ടില്ല. ഇതൊരു വെറൈറ്റി ഡിഷല്ലേ? ഇപ്പൊ ശരിയാക്കുന്നത്. അപ്പോഴേ കുറച്ച് നമ്മൾ ഇതിനകത്ത് വേറെ പൊടികളൊന്നും, മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പം വേറെ ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ടാകാതെ. അപ്പം ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചാലിച്ച വെള്ളം ഒഴിച്ച്, അപ്പോൾ ഇത് നമുക്ക് ഈ കല്ലുമ്മക്കായയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഒത്തിരി മുളകൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതെടുത്ത് നിറയ്ക്കണം. ഇതേ പൊടി ആയതുകൊണ്ട് അങ്ങോട്ട് നല്ലപോലെ കുഴയുന്നില്ലല്ലേ? അരി അരച്ചായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. അപ്പം അതെ, കല്ലുമ്മക്കായൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാം. അപ്പം ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ച് തട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് പിറക്കി വെച്ചോ. ഇനി കൈമുട്ടല്ലോ കേട്ടോ? ഇല്ല, സൂക്ഷിച്ചാ വെക്കുന്നത്. അടുക്കി വെച്ചോ ഇങ്ങോട്ട്. ആ വിണ്ടുപോവല്ല. ഇല്ല, വെക്കട്ടെ, ടെൻഷൻ ആക്കല്ലേ. അപ്പോൾ അത് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-25 മിനിറ്റ് വേണം, അരമണിക്കൂറോളം വേണം ഇത് വേവണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ വെന്തോന്ന് നമുക്ക് നോക്കാം. ഏകദേശം അരമണിക്കൂറോളം സമയമായി. അപ്പോൾ അതെ, എല്ലാം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ ഇത് നല്ലപോലെ തണുക്കണം. അപ്പോഴേ ആ കല്ലുമ്മക്കായ തണുത്തിട്ടേ ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്തേന് നമുക്ക് ഈ കല്ലുമ്മക്കായ ഒലത്താം. അപ്പോൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തിക്ക് കല്ലുമ്മക്കായ ഒലത്തിയതല്ലേ? അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇനി ഇത് ഒലത്താനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, സവോള അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത്. കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയുള്ളൂ, അതിനേറെ ഞങ്ങൾ സവോള എടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മേഘാലയൻ കടുക്. അതെ, നല്ലപോലെ ചൂടായിരുന്നു. കടുകൊക്കെ പൊട്ടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂത്തിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അതെ, ആവശ്യത്തിനൊപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചല്ലേ ഉള്ളൂ. സവോളയൊക്കെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളേ ഉള്ളൂ. കുറച്ച് മുളക് പൊടിയേ ഉള്ളല്ലോ. ഇത് എരിവുള്ള മുളക് പൊടി അതാ. എന്നാൽ കുറച്ച് മതി. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇളക്കി നല്ലപോലെ മൂപ്പിച്ചോ. നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളമെല്ലാം ഉറി നമ്മൾ ഊറ്റിയെടുത്തു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഒലത്തിയത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് കല്ലുമ്മക്കായ നിറച്ചത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതെ മുളക് പൊടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കത്. ഞങ്ങൾ കുറച്ച് മുളക് പൊടി ലൂസാക്കിയാണ് കലക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇനി കല്ലുമ്മക്കായ നിറച്ചിരിക്കുന്നു. അപ്പോൾ അത് പരീക്ഷണം കേട്ടോ, ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമുക്ക് തോടെടുത്തും 2 എണ്ണം പൊരിച്ചു നോക്കാം. ഇത് മുക്കിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ അല്ലേ? ഇട്ടാൽ മതിയായിരിക്കും. പൊടിയോന്നൊന്നും അറിയത്തില്ല കേട്ടോ. വേഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് പെറുക്കി പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതെ ആദ്യത്തെ ട്രിപ്പ് കല്ലുമ്മക്കായ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോടോട് കൂടിയിട്ട്, അപ്പോൾ തോടൊക്കെ പൊളിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അടുത്ത് നമുക്ക് തോടില്ലാതെ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചോട് ഇട്ടിട്ടുണ്ട്, മുളകിനകത്തും ഇട്ടിട്ടുണ്ട്. അതെ ഇനിയിപ്പോൾ അതുകൂടെ മുക്കി നമുക്ക് പൊരിക്കാം. അതെ തോട് കളഞ്ഞതുണ്ടോ? നമ്മൾ മുമ്പേ മുളക് പുരട്ടി വെച്ചത്, മുളക് പുരട്ടാത്തത്. തീ കൂട്ടി ഇച്ചിരി കുറച്ച് വെച്ചത് ആദ്യമേ. അപ്പോൾ ഈ തോടൊക്കെ പൊളിച്ച് കളഞ്ഞ കല്ലുമ്മക്കായ റെഡിയായി. അപ്പം എനിക്ക് തോന്നുന്നു ഇതാ ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എനിക്കും തോന്നുന്നു. മറ്റേതാ തോട് വരുന്നതുകൊണ്ട് അകത്തോട്ട് അത്ര ക്രിസ്പി ആയിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഇത്രയും മൂപ്പിക്കാതെ കുറച്ച് എണ്ണയ്ക്കകത്ത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേണേലും എടുക്കാം. ഞാൻ അടുത്ത സെറ്റും കൂടി ഇട്ടേക്കട്ടെ ചേച്ചി? ഇതുകൂടെ ഇട്ടോ. നമ്മുടെ കല്ലുമ്മക്കായ ഒലത്തിയതും റെഡി ആയിട്ടുണ്ട്. അതെ കുറച്ച് ശർക്കര വെളിച്ചെണ്ണ നടുക്കോട്ട് ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി വാങ്ങാം. അപ്പോൾ ചപ്പാത്തിക്കുള്ള കല്ലുമ്മക്കായ ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനാണ് പണി തീർന്നത്. അപ്പോൾ അതെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കഴിച്ചു കേട്ടോ. കുറച്ചുകൂടെ അവിടെ ഇരിപ്പുണ്ട്. കഴിക്കുന്നോ? അച്ഛമ്മ കഴിച്ചു നോക്കി ഒരെണ്ണം എടുത്ത്. ഇത് തോടുള്ളത്, ഇത് തോടില്ലാത്തത്. ടേസ്റ്റ് നോക്കാം. എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല ഇതാണ് തോടില്ലാത്തത്. അതിന് തോടില്ല. അവിടെ എല്ലാം മലബാർ സൈഡ് എല്ലായിടത്തും കിട്ടുമല്ലോ. കണ്ണൂരും തലശ്ശേരിയും കോഴിക്കോടും എല്ലാം കിട്ടും. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റും അല്ലേ, ഇതെന്നാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ആദ്യം കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥിരം പോകുന്നതുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അച്ചമ്മ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ചേനയൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് വൈകിട്ടത്തേനുള്ള. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കണോ? ചേന മതി അല്ലേ? ചേനയും മുളകും പിന്നെ കൂന്തലൊലത്തിയതും. കല്ലുമ്മക്കായ. അപ്പോൾ അതെ ചേനക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ചേന വേവിച്ചതും മുളകും. അപ്പോൾ 4 മണിയായപ്പോൾ പറിച്ച ചേന, അതുകൊണ്ട് പെട്ടെന്ന് വേവായിരിക്കും അല്ലേ? ഇന്ന് പറിച്ചതായതുകൊണ്ട് പെട്ടെന്ന് വേവും. നാളത്തേന് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും വേഗത്തില്ല, ടേസ്റ്റൊക്കെ കുറയും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.